നാണം കെട്ടവനെ, രാവിലെ വിളക്ക് കത്തിച്ച് അങ്ങോട്ട് തുടങ്ങിയില്ല. അതിനു മുമ്പേ ഈ സാറിന് എന്നെ മടുപ്പിക്കല്ലേ ദൈവത്തെ ഓർത്ത്. ഇതൊക്കെ എന്നാത്തിന് നോക്കാടാ അവിടുന്ന്, എന്നാ അവിടുന്ന് ചുമ്മാതെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഹലോ, ഈ പട്ടിയെ നോക്കാറിയ നോക്കിട്ട് പോക്കോ. അയ്യോ അതല്ല, പട്ടിയെ വാങ്ങിക്കാറിയ. ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള പട്ടികളുണ്ട്. ഏത് പട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ മതി, ഇഷ്ടമുള്ള പട്ടിയെ തന്നേക്കാം. അങ്ങ് അറ്റത്ത് കിടക്കുന്ന പട്ടിയില്ല, ഞൊളിഞ്ഞു കിടക്കുന്ന. അവൻ കടിക്കുക ചേട്ടാ? ഇല്ല, ഊതത്തേ ഉള്ളൂ. നീ കൂടി ചെന്ന് കയറി കൊടുത്തേ, കടിച്ചു പറിച്ചു കഴിയുമ്പോൾ ആ മുറിവിന്റെ അവിടെ നീ ഊതിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കളിയാക്കുവാണ്. അല്ല, കളിയാക്കിയതല്ല. ആ സങ്കടപ്പെട്ട് കിടക്കുന്ന പട്ടിയതാ? അതാണ് ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മനിലോട്ട് തിരിച്ചു പോകാനുള്ള വിസ ക്യാൻസൽ ആയതിന് സങ്കടപ്പെട്ട് കിടക്കുക അവന്. അയ്യോ, പിന്നെ ക്രോസിംഗ് ഉണ്ടോ? ആ കിടക്കുന്നതും ക്രോസ് ചെയ്താ. ആണോ? പിന്നില്ലാണ്ട് ഈ നിന്ന് കഴിഞ്ഞ ആഴ്ച നാഷണൽ ഹൈവേ ക്രോസ് ചെയ്തപ്പോഴത്തെ ഒരു പാൻ ലോറി വന്ന് കയറി ഇടിച്ചു. 2 കൈയും 2 കാലും ഓടിച്ച് അവിടെ കിടപ്പുണ്ട്. അനുസരണ ഇല്ലാത്തവനാണ് അവൻ, അറിയാം. വാല് മുറിഞ്ഞ് കിടക്കുന്നവനോ? അതാണ് ഡോബർമാൻ. ഡോർമാനോ? അത് ഡോർമാനല്ല. ഡോർമാനെ കണ്ടാ എനിക്കറിയാം, ഡോർമാൻ അല്ല. ഉള്ള കാര്യം പറയാലോ, ഇതിനെ കുഞ്ഞിലെ ഞാൻ കൊണ്ടുവന്ന കളിച്ചോണ്ടിരുന്നപ്പോൾ ഡോറിനിടയ്ക്ക് വാല് പോയി പതങ്ങ് മുറിഞ്ഞു പോയി. അപ്പൊ ഇട്ട് പേരാണ് ഈ ഡോബർമാൻ. അതെല്ലേ? അപ്പൊ സ്നേഹം വരുമ്പോ വാലെങ്ങനെ ആട്ടി കാണിക്കും? ആ മുറിഞ്ഞു പോയ വാലെടുത്ത് കയ്യിലിട്ടിങ്ങനെ ആട്ടി കാണിക്കും. അതുകൊള്ള. ഈ പട്ടിയിലെ ഭക്ഷണക്രമമൊക്കെ എങ്ങനെ? ഭക്ഷണക്രമം എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കൊടുക്കും, ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി കൊടുക്കും, വൈകുന്നേരം ചിക്കനും ചപ്പാത്തിയും കൊടുക്കും, ബുൾസൈ കൊടുക്കും. ബുൾസൈ വേണ്ടാത്തവന് ഓംലേറ്റ് കൊടുക്കും. അയ്യോ, ഭയങ്കര ചെലവാണല്ലോ ഇപ്പം. പിന്നെ എങ്ങനെ കളിച്ചാലും മാസം ഒരു 45,000 രൂപയോളം എനിക്ക് ചെലവാണ്. പക്ഷെ വേറെ കുഴപ്പമില്ല, എനിക്കൊരു 3-4 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടുന്നുണ്ടല്ലോ. ഇത് ഒരു മാസം 5 ലക്ഷം രൂപ ലാഭമുണ്ട്. 5 ലക്ഷം രൂപ ലാഭമുണ്ട്. അപ്പൊ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? എന്റെ കട അടയ്ക്കുന്നില്ല, പിന്നെ ഞാൻ ടാക്സ് അടയ്ക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞു, ഇത്രയും വരുമാനമുള്ള നിങ്ങൾ ടാക്സ് അടയ്ക്കണം. എന്തിനും ടാക്സ് അടയ്ക്കണം? നമ്മൾ എന്തിനാ വെറുതെ ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നമ്മൾ നൈസായിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ കയ്യിലിരിക്കും. ബുദ്ധിപരമായിട്ട് കച്ചവടം ചെയ്ത് നമ്മൾ വിജയിക്കണം അല്ലേ? ഞാനാരാന്ന് മനസ്സിലായോ? പട്ടിയെ മേടിക്കാൻ വന്നല്ലേ? അല്ല, ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പോ പട്ടിയെ മേടിക്കാൻ വന്നോടാലടാ എന്റെ കള്ളത്തരമെല്ലാം കണ്ടുപിടിച്ചത്. അല്ല, ഞാൻ ഒരു പട്ടിയായി പോത്തില്ലായിരുന്നോ? നാളെ തന്നെ കൃത്യമായ കണക്ക് കാണിച്ച് ടാക്സ് അടച്ചില്ലെങ്കിൽ നിന്റെ കട ഞാൻ പൂട്ടിക്കും കേട്ടോ. ചുമ്മാ എടാ സ്റ്റാൻലി, നീ അത് ഏതർത്ഥത്തിലാ കുറച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നീ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് നിനക്ക് ആ സ്റ്റാൻലി എന്ന് പേരിട്ടിരിക്കുന്നത്. നീ ഒരുമാതിരി നാടൻ പട്ടിയുടെ സ്വഭാവം എന്നോട് കാണിക്കരുത് കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണെങ്കിൽ മര്യാദ, ആ മര്യാദ എന്നോട് കാണിക്കണം. അല്ല ഉണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്ന് അഴിച്ചങ്ങ് വിടും. പിന്നെ നാടൻ പട്ടിയെ കയറ്റി ഇതിനകത്തോട്ട് ഇടും. പിന്നെ എനിക്ക് നാട്ടിലുണ്ടോ നാടൻ പട്ടിയുടെ വില പോലും കിട്ടത്തില്ല കേട്ടോ. സ്റ്റാൻലി എന്നതാണ് അവിടുന്ന് ചേട്ടോ? പുൽപ്പട്ടി ഉണ്ടോ? ഉണ്ട്, പുൽപ്പട്ടി ഉണ്ട്, കിടക്കുന്നു. അയ്യോ, അത് നാടൻ പട്ടിയാണല്ലോ. അത് ആ പുല്ലിന്റെ പുറത്ത് കിടക്കുന്നുണ്ടാണ് ആ പുല്ലിനെ പുൽപ്പട്ടി എന്ന് വിളിക്കുന്നത്. അയ്യോ, അല്ല, അതെങ്കിൽ നമ്മള് പൂടപ്പട്ടി. അതിന്റെ പെറ്റാ? അത് പറത്തില്ല, അത് ആവണപ്പട്ടി. അത് അയ്യോ, അതല്ല പറഞ്ഞ പെറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഈ പുൽപ്പട്ടി അല്ലെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ. അപ്പൊ ഈ പട്ടിയൊക്കെ മേടിക്കാനും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? നീ 12 കൊല്ലം ജീവിച്ചിരിക്കുന്നു നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാണ് ഈ അവന്റെ വാല കയറി പിടിക്കുന്നത്? ആ വാല അവിടെ ഇരിക്കട്ടെ. പട്ടിയെ മേടിക്കാൻ വന്നോ പട്ടിയെ മേടിച്ചോണ്ട് പോയാൽ മതി കേട്ടല്ലോ. പട്ടിയെ മേടിക്കാം, പക്ഷെ പട്ടിയുടെ ആഹാരക്രമം ഒന്നറിയണം. ആഹാരക്രമം ഒന്നറിയണം. പിന്നെയും പണിയായിട്ട് വന്നിരിക്കുകയാണേ. ഇതിന്റെ ആഹാരക്രമല്ലേ? ആഹാരക്രമം എന്ന് പറഞ്ഞ ഒരു സാധനം പോലും ഞാൻ കൊടുക്കത്തില്ല. എല്ലാം പട്ടിണി കിടന്ന് ചത്തുപോവുകയാണ്. ഇന്നലെ തന്നെ 5 പട്ടിയാണ് പട്ടിണി കിടന്ന് ചത്തുപോയത്. ഞാൻ കിടക്കുന്നുണ്ടോ? അവനുണ്ടല്ലോ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കുക. എപ്പോ പോകുന്നു എനിക്ക് പോലും അറിയാൻ പറ്റത്തില്ല. എല്ലാ പട്ടിയും പട്ടിണി കിടന്ന് ഇങ്ങനെ ചത്തുപോയിക്കൊണ്ടിരിക്കുക. സത്യമായിട്ടുള്ള കാര്യം പറയുന്നത്. ഞാൻ ആരാണെന്ന് അറിയാവോ? മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. മിണ്ടാ പ്രാണികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന് തന്റെ പേര് ഞാൻ നടപടിയെടുക്കും. തന്റെ കട ഞാൻ പൂട്ടിച്ചിരിക്കും. അത് കൊള്ളാലോ. ചേടാ, ഈ വരുന്നവനും പോകുന്നവരല്ലേ എന്റെ കട പൂട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. എന്നാ പിന്നെ ഇവനൊക്കെ ഒരു 10 രാത്രി ഒരു 9 ആകുമ്പോൾ വരികയാണെങ്കിൽ ഇവന്മാരെ കൊണ്ട് പൂട്ടിച്ചിട്ട് താക്കോലുമായിട്ട് എനിക്ക് വീട്ടിൽ പോയാൽ മതി. പട്ടിണി കിടന്ന് ചത്തെന്ന് പറയണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇവനൊക്കെ വയറ് നിറച്ച് ആഹാരം മേടിച്ചു കൊടുത്താ. അല്ലേടാ ഇവിടെ കൈസറെ, നിനക്ക് ഞാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം കൂടെ നിനക്ക് ഞാൻ തന്നല്ലേ? എന്നാലും നീയൊക്കെ എന്നാ പരിപാടിയാണ് കാണിച്ചത്? ഞാൻ ആ പുള്ളിക്കാരോട് ചത്തുപോയെന്ന് പറഞ്ഞപ്പോഴത്തേനും നീയൊക്കെ ചത്തതുപോലെ അഭിനയിക്കുമല്ലായിരുന്നു. എന്തൊരു അഭിനയമായിരുന്നു. മനുഷ്യരോടൊക്കെ ഇത്തിരി സ്വച്ഛതയോട് സംസാരിക്കണം കേട്ടോ. ചേട്ടാ, എന്തോ ഡാഷ് ഉണ്ടോ? എന്റെ പൊന്നടാ, ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലേ? ഇപ്പൊ ഡാൻസും ഇല്ല, പാട്ടും ഇല്ല, സ്റ്റേജ് പരിപാടി ഒന്നുമില്ല. അത് കാരണം ഞാൻ അത് നിർത്തിയിട്ട് ഞാനിപ്പോ ഈ പട്ടിക്കച്ചവടം തുടങ്ങിയത്. ഡാൻസ് അല്ല, പിന്നെ ഡാഷ് ഉണ്ടോ? പിന്നെ ഡാഷ് ഉണ്ട്. ഡാഷ് കിടക്കുന്നില്ലേ? ഡാഷ് കൊച്ചുകുട്ടിയല്ലേ? ഡാഷിനാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡാഷിനെ മേടിക്കുകയാണെങ്കിൽ ഇവനെ മേടിക്കും. അതിനാ കാഞ്ഞ ബുദ്ധി. ഇതുപോലെ ബുദ്ധിയുള്ള ഒരുത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മനുഷ്യന്റെ ബുദ്ധിയാണ് ഇതിന്. ഇവനൊക്കെ സത്യത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കുവായിരുന്നുണ്ടല്ലോ, ഇവനൊക്കെ ഏതെങ്കിലും രാജ്യത്തെ ശാസ്ത്രജ്ഞനായനെ. സത്യമുള്ള അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിയായവന്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കൂട്ടിയിട്ട് വളർത്തരുത്, തുറന്നു വിട്ടേക്കണം. അതിനേട്ടാ അവന് ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ ചെറിയൊരു ദുശീലമുണ്ട്. അവൻ റോഡിന് നടുക്കിരുന്ന് അപ്പി എടുത്തുള്ളൂ. അതാണ് അവന്റെ ഏറ്റവും വലിയൊരു ദുശീലം. അത് നിങ്ങളുടെ കോച്ചിങ്ങിന്റെ കുഴപ്പമാണ്. ആര് പറഞ്ഞു കോച്ചിങ്ങിന്റെ കുഴപ്പമാണെന്ന്? ആ നിൽക്കുന്ന 2 കണ്ടോ? PSCയുടെ കോച്ചിങ്ങും കഴിഞ്ഞ് നിൽക്കുക. ഒരുത്തം പറയുന്ന അവന് പോലീസാണെന്ന്, ഒരുത്തം പറയുന്ന അവൻ വക്കീലാണെന്ന്.
ഞാൻ പറഞ്ഞു സർക്കാർ ജോലി തരുമ്പോഴല്ലാതെ ഞാൻ മേടിച്ചു തരത്തില്ല, കൈക്കൂലി കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന്. അങ്ങനെ ഞാൻ നിർത്തിരിക്കാൻ പിണങ്ങി നിൽക്കും അമ്മമാരോട്. ആണല്ലേ? പിന്നെ പട്ടി ബിസ്ക്കറ്റ് ഉണ്ടോ? ഇപ്പൊ കഴിക്കാനാണോ കൊണ്ടുവരണം? അതല്ല, പട്ടിയെ മേടിക്കുവാണെങ്കിൽ അതിന് കൊടുക്കാൻ വേണ്ടിയാ. പിന്നെ പട്ടി ബിസ്ക്കറ്റ് ഉണ്ട്, പട്ടിക്ക് കൊടുക്കാനുള്ള പോഷകസമൃദ്ധമായ ആഹാരം ഉണ്ട്, പട്ടിയുടെ സോപ്പ് ഉണ്ട്, എല്ലാ സാധനങ്ങളും എല്ലാ സാധനം വിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഡാഷിന്റെ ആഹാരക്രമം എങ്ങനെയാണ്? പിന്നെ ഈ ഡാഷിന്റെ ആഹാരക്രമം എങ്ങനെയാണ്? ഈ ഡാഷ്മോന്റെ അല്ലേ? ആ, ഈ ഡാഷ്മോനെ രാവിലെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു 150 രൂപ എടുത്ത് അങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് കൊടുത്തു അവന്മാർ ഏതെങ്കിലും കടയിൽ പോയിട്ട് ആവശ്യത്തിനുള്ള ഭക്ഷണം മേടിച്ചങ്ങ് കഴിക്കും. കൂട്ടിക്കാൻ വന്നല്ലേ, കൂട്ടിയിട്ട് പോ.